ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഞ്ജുവിൻ്റെ വീട് നഷ്ടപ്പെട്ട വേദനയിൽ മഞ്ജു നിൽക്കുന്ന സമയത്തെ ഗിരി അടുത്ത് വന്ന് ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഗിരി പറയുകയാണ്, ഈ സമൂഹത്തിന് മാധവൻ്റെ മക്കളെക്കുറിച്ച് നല്ലത് പറയാനുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഇനി ചെയ്യേണ്ടത്. കൈവിട്ടു പോയതിനെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുകയല്ല വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഗിരി സമാധാനപ്പെടുത്തുന്നത്. മാധവൻ്റെ മക്കൾ സമൂഹത്തിന് നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് അവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം. മാധവൻ്റെ മക്കളെ കണ്ട് പഠിക്കണം എന്നൊക്കെയാണ് നിങ്ങൾ പറയിപ്പിക്കേണ്ടത് എന്ന് പറയുമ്പോൾ മഞ്ജു പറയണേ, ഗിരിയേട്ടൻ പറഞ്ഞതെല്ലാം തന്നെ ശരിയാണ്. പക്ഷേ അച്ഛൻ്റെയും അമ്മയുടെയും ഓർമ്മയായിട്ട് ആ ഒരു വീട് മാത്രമാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. കളിച്ചു വളർന്ന വീട് നഷ്ടപ്പെടുമ്പോഴുള്ള ആ ഒരു വേദനയിലാണ് എന്ന് പറയുമ്പോൾ ഗിരി പറയുകയാണ്, എങ്കിൽ ഞാൻ ഗോപാൽജിയോട് സംസാരിക്കും. ഗോപാൽജിയോട് ഞാൻ പറഞ്ഞാൽ അത് കേൾക്കും. മഹിമ അവിടെ തന്നെ താമസിച്ചോട്ടെ എന്ന് പറയുമ്പോൾ മഞ്ജു പറയണ, അത് വേണ്ട. ഗിരിയേട്ടൻ ആരുടെയും മുന്നിലും തലകുനിക്കുന്നതും യാചിക്കുന്നതും എനിക്ക് കാണാൻ കഴിയില്ല. ഗിരിയേട്ടൻ എല്ലാവരുടെയും മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കണം. അതാണ് പ്രത്യേകിച്ച് ഗിരിയേട്ടൻ എനിക്ക് വേണ്ടി ആരുടെ മുന്നിലും എന്ന് മഞ്ജു പറയുമ്പോൾ ഗിരിക്ക് നല്ല സന്തോഷം തോന്നട്ടോ. അപ്പോൾ ഗിരി ഒന്നങ്ങ് പുഞ്ചിരിക്കുകയാണ്. അപ്പോൾ ഗിരി പറയുകയാണ്, ഈ നാട്ടിലെ ഏറ്റവും വലിയ അഭിമാനി ഞാനാണെന്നാണ് കരുതിയത്. പക്ഷേ നീ എനിക്കൊരു കോമ്പറ്റീഷൻ. വിഷമിക്കേണ്ട, ഗോപാൽജിയോട് ഞാൻ സംസാരിക്കാം. ഗോപാൽജി ആ സ്ഥലം ആർക്കും തന്നെ കൊടുക്കില്ല. അത് നമുക്ക് തന്നെ വാങ്ങാം. നമുക്ക് ലോൺ എടുത്തിട്ടാണെങ്കിലും ഗോപാൽജിക്ക് കൊടുക്കാനുള്ള പൈസ നമുക്ക് തന്നെ കൊടുത്ത് ആ സ്ഥലം ആ വീടും ഒക്കെ അതുവരെ ശാലിനി ആ സ്ഥലവും വീടും ആർക്കും വിൽക്കില്ല. അത് ഞാൻ എന്നും പറഞ്ഞ് ഗിരി അവിടെ നിന്ന് പോവേണ്ട. അപ്പോൾ മഞ്ജു വീണ്ടും വിളിക്കുകയാണ്, ഗിരിയേട്ടല്ല, എൻ്റെ അച്ഛന് ഗിരിയേട്ടന് ദേഷ്യമല്ലേ, പിന്നെ എന്തിനാണ് ഞങ്ങളെ ഇക്കാര്യത്തിൽ സഹായിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതെ, നിൻ്റെ അച്ഛന് എനിക്ക് ദേഷ്യം തന്നെയാണ്. പക്ഷേ ഞാനത് നിനക്ക് വേണ്ടി ചെയ്യുന്നതൊന്നുമല്ല. ഗോപാൽജി ആകുമ്പോൾ എനിക്കത് ചെറിയ പൈസയ്ക്ക് തരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനത് വാങ്ങുന്നത്. പിന്നെ സ്ഥലമൊക്കെ വാങ്ങുന്നത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ, അതുകൊണ്ടാണ്, അല്ലാതെ നിനക്ക് വേണ്ടിയിട്ടൊന്നുമല്ല എന്നും പറഞ്ഞ് ഗിരി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ മഞ്ജുവിന് കാര്യം മനസ്സിലാവാണ്. ഗിരി എൻ്റെ മുന്നിൽ തോറ്റു തരാതിരിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഗിരിയേട്ടൻ ആ സ്ഥലം വാങ്ങുന്നത് എന്ന് മഞ്ജുവിന് മനസ്സിലാവാണ്. അങ്ങനെ മഞ്ജു മനസ്സുകൊണ്ട് തന്നെ സന്തോഷിച്ചിട്ട് പുഞ്ചിരിക്കുകയാണ്. പിറ്റേ ദിവസം തന്നെ മഞ്ജു വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അമ്മാവനും അമ്മായിയും മോളും കൂടിയിട്ട് ആ വീട്ടിൽ നിന്നും പോവാൻ വേണ്ടി ഒരുങ്ങാണ് കേട്ടോ. അപ്പോൾ വാടക വീട്ടിലേക്കാണ് അവർ പോകുന്നത്. അങ്ങനെ അമ്മാവൻ പറയുന്നുണ്ട്, മോളെ ഞാൻ കൂടി ഇവിടെ നിൽക്കട്ടെ, ശാലിനിയും അവളുടെ അപ്പച്ചിയും വരുന്നത് വരെ എന്ന് പറയുമ്പോൾ മഞ്ജു പറയാണ്, അത് വേണ്ട അമ്മാവൻ പോയിക്കോളൂ. എന്തായാലും ശാലിനി വന്നാൽ എന്തെങ്കിലും ഒരു പ്രശ്നം പറയും. അപ്പോൾ അതിൽ അമ്മാവൻ വെറുതെ ഇടപെടേണ്ട, അമ്മാവൻ പോയിക്കോ എന്ന് പറയട്ടോ. അപ്പോൾ മഹിമയോട് ചോദിക്കുന്നുണ്ട്, മോളെ നീ ഞങ്ങളുടെ കൂടെ വരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അമ്മായി പറയണേ, എന്താ ഗോപാലേട്ട ഈ പറയുന്നത്, നമുക്ക് തന്നെ ഒരു വാടക വീടാണ്, അതിൽ നമുക്ക് തന്നെ താമസിക്കാൻ സ്ഥലമില്ല എന്ന് പറയുമ്പോൾ നീ മിണ്ടരുത്, നീ മിണ്ടാതെ അവിടെ നിന്നോളണം എന്ന് പറയട്ടോ. അപ്പോൾ മഹിമ പറയുന്നുണ്ട്, ഇല്ല അമ്മാവ, ഞാൻ വരുന്നില്ല, എനിക്കിവിടെ കോച്ചിങ് ഒക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് ചെറിയ പൈസയ്ക്ക് ഞാനൊരു വാടക വീട് കണ്ടെത്തിയിട്ടുണ്ട്, ഞാൻ അവിടെ താമസിച്ചോളാം എന്നും പറയാണ്. അങ്ങനെ അമ്മാവനും അമ്മായിയും മോളും കൂടി ആ വീട്ടിൽ നിന്നും പോവുകയാണ്. അമ്മാവൻ പോകുന്ന സമയത്ത് മഞ്ജുവിൻ്റെയും മഹിമയുടെയും തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. നിങ്ങൾ രണ്ടുപേർക്കും നല്ലത് മാത്രമാണ് വരികയുള്ളൂ എന്നും പറഞ്ഞ് അമ്മാവൻ പോവുകയാണ്. അപ്പോൾ അമ്മായി പറയുന്നുണ്ട്, മഞ്ജു ആ മഹേഷിനെ എങ്ങാനും കയ്യിൽ കിട്ടിയാൽ അവനെ വെറുതെ വിടരുത് എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ അമ്മായി പോകുന്നത്. അങ്ങനെ മഞ്ജുവും മഹിമയും കൂടിയിട്ട് അവിടെ അച്ഛനോടൊപ്പം സന്തോഷത്തോടു കൂടി ജീവിച്ച ആ ഒരു നിമിഷത്തെക്കുറിച്ച് ഇങ്ങനെ കണ്ണ് നിറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിക്കാൻ കേട്ടോ. അപ്പോഴാണ് അവിടേക്ക് ചാച്ചുവും കൂടി വരുന്നത്. എന്നിട്ട് മഹിമയോടും മഞ്ജുവിനോടും പറയുകയാണ്, അല്ല, നിങ്ങളുടെ ഉദ്ദേശം എന്താ, ഇതുവരെയും പോവാനുള്ള പരിപാടി ഒന്നുമില്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോൾ തന്നെ SP ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി, നിൻ്റെ പോലീസുകാർ വന്ന് തന്നെ നിന്നെ തൂക്കിയെടുത്ത് പുറത്താക്കി എന്നൊക്കെ പറയാണ്. അപ്പോഴാണ് ഗിരി വരുന്നത്. അപ്പോൾ ഗിരിയെ കണ്ടപ്പോൾ ചാച്ചു പറയണ, അല്ല ഗിരി, എന്താ ഇവിടെ ഇന്നും നിന്റെ ഗുണ്ടായുസം കാണിക്കാനാണോ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ ഗിരി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. എന്നിട്ട് മഞ്ജുവിനോട് പറയുകയാണ്, ഞാൻ വിളിച്ചിരുന്നു, ഗോപാൽജി പറഞ്ഞു ഈ സ്ഥലവും വീടും ആർക്കും തന്നെ കൊടുക്കില്ല എന്നുള്ളത്. എന്നിട്ട് ഗോപാൽജി നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാകുന്ന സമയത്ത് ഗോപാൽജി ഇത് നമുക്ക് തന്നെ തിരിച്ചു തരാമെന്നും ആ വാങ്ങിയ വിലയ്ക്ക് തന്നെ തിരിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മഞ്ജു നീ വിഷമിക്കേണ്ട, നീ ഇവർക്ക് ചാവി കൊടുത്തേക്ക് എന്ന് പറയണം.
പോവുകയാണ്. അങ്ങനെ മഞ്ജു വിഷമത്തോട് കൂടിയിട്ട് ഡോറ് പൂട്ടിയിട്ട് ചാവി ശാലിനിയുടെ കയ്യിൽ കൊടുക്കാൻ കേട്ടോ. അങ്ങനെ ശാലിനിയാണെങ്കിലും ആ ചാവി വാങ്ങുന്ന സമയത്ത് മഞ്ജുവിനോട് പറയുകയാണ്, നിനക്ക് വേണ്ടപ്പെട്ടതെല്ലാം തന്നെ ഞാൻ സ്വന്തമാക്കിയിരിക്കും. നിനക്ക് വേണ്ടപ്പെട്ട ഈ വീടും സ്ഥലവും അത് ഞാൻ സ്വന്തമാക്കിയില്ലേ, അതുപോലെ നിന്റെ ഭർത്താവിനെയും നിനക്ക് വേണ്ടപ്പെട്ട എല്ലാതും ഞാൻ സ്വന്തമാക്കിയിരിക്കും. നിന്റെ അനിയത്തി, നിന്റെ ജോലി, നിന്റെ ഭർത്താവ്, അങ്ങനെ എല്ലാം തന്നെ നിനക്ക് നഷ്ടമാവും. നീ എന്നോട് ജയിക്കാൻ വേണ്ടി ഒരുപാട് കളിച്ചതല്ലേ, നീ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ വെല്ലുവിളിച്ച ആ നിമിഷം തന്നെ ഞാൻ തീരുമാനിച്ചതാണ് ഇതെല്ലാം തന്നെ എന്നൊക്കെ പറയട്ടോ. അപ്പോൾ മഞ്ജു ദേഷ്യത്തോടു കൂടി പറയുകയാണ്, നീ ഒന്ന് മനമൊരുക്കി പ്രാർത്ഥിച്ചോ, എനിക്ക് ഒന്നും നഷ്ടമാവരുതേ എന്നുള്ളത്. എനിക്ക് എല്ലാം നഷ്ടമായി, എന്നിൽ നിന്നും നിന്നെ രക്ഷിക്കാൻ ദൈവത്തിന് പോലും കഴിയില്ല എന്ന് പറയുമ്പോൾ ശാലിനിക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. അപ്പോൾ ശാലിനി ഡി എന്നും പറഞ്ഞ് കൈ അങ്ങ് ഉയർത്താൻ കേട്ടോ. അപ്പോൾ ഗിരി പറയുന്നുണ്ട്, നിനക്ക് വേണ്ടത് കിട്ടിയില്ലേ, അപ്പോൾ പോവാൻ നോക്കിക്കോ എന്ന് പറയാണ്. അങ്ങനെ ശാലിനിയും ചാച്ചുവും കൂടി അവിടെ നിന്നും പോവുകയാണ്. എന്നിട്ട് മഹിമ ബാഗും എടുത്ത് പോവാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ. എന്നാൽ ശരി നമുക്ക് പോവാം എന്ന് പറയണ. അപ്പോൾ ഗിരി ചോദിക്കുന്നുണ്ട്, നീ എവിടേക്കാ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു ചെറിയ ബഡ്ജറ്റിൽ ഒരു വീട് റെഡി ആയിട്ടുണ്ട്, ഞാൻ അവിടേക്ക് താമസിക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ, നീ എവിടേക്കും പോകുന്നില്ല, ഞങ്ങൾക്കൊരു വീടുള്ളപ്പോൾ നീ ഞങ്ങളെ കൂടെ വരും, നീ ഞങ്ങൾക്ക് അന്യൊന്നുമല്ല, എൻ്റെ സ്വപ്നയെ പോലെ തന്നെയാണ് നീയും എനിക്ക് എന്ന് ഗിരി പറയാണ്. അപ്പോൾ മഞ്ജു പറയുന്നുണ്ട്, അത് ഗിരിയേട്ട ശരിയാകുമോ അമ്മ എന്ന് പറയുമ്പോൾ, അമ്മ സമ്മതിക്കാനൊന്നും സാധ്യതയില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ അഭിനയിക്കണം, ഞാൻ പഠിപ്പിച്ചു തരാം, അതുപോലെ അങ്ങ് അഭിനയിച്ചാൽ മതി, അപ്പോൾ പിന്നെ അമ്മയ്ക്ക് നിവൃത്തിയില്ലാതെ അമ്മ സമ്മതിച്ചോളും എന്ന് പറയട്ടോ. അങ്ങനെ ഗിരി അവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ മഹിമയും കൂട്ടിയിട്ട് മഞ്ജു നേരെ വീട്ടിലേക്ക് ചെല്ലാൻ കേട്ടോ. അപ്പോൾ ഗിരി ആ സമയത്ത് ഗിരി മറഞ്ഞു നിൽക്കുകയാണ്. എന്നിട്ട് മഞ്ജുവിനെ കൂട്ടിയിട്ട് മഹിമ അവിടേക്ക് ചെല്ലാണ്. അപ്പോൾ ഭാനു അമ്മയും സ്വപ്നയും കൂടി പുറത്തേക്ക് വരാൻ കേട്ടോ. എന്നിട്ട് നിൽക്കവിടെ എന്ന് പറയാണ്. എവിടേക്കാണ് നീ ഇപ്പോൾ ഇവളെയും കൂട്ടി വരുന്നത്, നിന്നെ തന്നെ ഇവിടെ സഹിക്കാൻ വയ്യ, പിന്നെയാണോ നിന്റെ അനിയത്തി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്വപ്ന പറയുന്നുണ്ട്, ഇവളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്താക്കണമെന്ന് ആലോചിക്കുമ്പോഴോ അനിയത്തിയെയും കൂട്ടി വന്നിരിക്കുന്നത്. അപ്പോൾ ഭാനുമ്മ പറയുന്നുണ്ട്, ഇവിടെ സത്രമൊന്നുമല്ല, എല്ലാവർക്കും കൂടി താമസിക്കാൻ, ആ വീട്ടിൽ നിന്നും നീ തന്നെ വന്ന് താമസിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, പിന്നെയാണ് ഇപ്പോൾ അനിയത്തിയെയും കൂട്ടി വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ മഞ്ജു പറയാണ്, ഇവൾ കുറച്ച് ദിവസം മാത്രമാണ് അമ്മ ഇവിടെ നിൽക്കുകയുള്ളൂ, അത് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ വേറെ എവിടേക്കെങ്കിലും മാറ്റി താമസിപ്പിച്ചോളാം, ഇപ്പോൾ ഇവൾക്കൊരു എൻട്രൻസ് എക്സാം ഉണ്ട് എന്ന് പറയും, വീട്ടിലിരുന്ന് പഠിക്കുന്ന സൗകര്യം കിട്ടില്ല, അതുകൊണ്ടാണ് ഇവൾക്ക് എന്ത് പരീക്ഷയാണെങ്കിലും ശരി ഇവിടെ ഈ വീട്ടിൽ താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോഴാണ് അവിടേക്ക് ഗിരി വരുന്നത്. അങ്ങനെ ഗിരിയെ കാണുമ്പോൾ ആ സമയത്ത് ഭാനുമ്മയുടെ ചെവിയിൽ സ്വപ്നം ഇങ്ങനെ ഗിരിയേട്ടൻ ഉറപ്പായും അമ്മയോട് മഹിമയെ ഇവിടെ താമസിപ്പിക്കാൻ വേണ്ടി സംസാരിക്കും, അമ്മ കണ്ടോ എന്ന് പറയാണ്. അങ്ങനെ ഗിരി വന്നിട്ട് പറയണേ, എന്തിനാണ് ഇവളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്, ഇവൾ ഇവിടെ താമസിക്കുന്നത് എനിക്കിഷ്ടമല്ല, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോ എന്ന് ഗിരി അങ്ങ് അഭിനയിച്ചുകൊണ്ട് പറയട്ടോ. അപ്പോൾ സ്വപ്ന ഭാനുമ്മയുടെ ചെവിയിൽ മന്ത്രിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഗിരി പറയുന്നത്. അപ്പോൾ ഭാനുഅമ്മ സ്വപ്നയുടെ മുഖത്തേക്കൊന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് ഗിരി പറയുകയാണ്, ഇവിടെ നിൽക്കണ്ട, എൻ്റെ അമ്മയ്ക്ക് നിങ്ങളെ കാണുന്നത് തന്നെ ദേഷ്യമാണ്, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോയിക്കോ എന്ന് പറയുമ്പോൾ മഹിമ മഞ്ജുവിനോട് പറയാണ്, ചേച്ചിയല്ലേ പറഞ്ഞത് ഇവർ വലിയ കുടുംബക്കാരാണെന്ന്, സ്വന്തവും ബന്ധവും തെരുവിലിറങ്ങുമ്പോഴും ഇവിടെ നിൽക്കാൻ സമ്മതിക്കാത്തവരാണോ വലിയ കുടുംബക്കാർ. അത് കേൾക്കുമ്പോൾ ഭാനുഅമ്മയും സ്വപ്നയ്ക്കും ഗിരിക്കും ഒന്ന് നാണം കെട്ട പോലെ ആവുകയാണ് കേട്ടോ. അപ്പോൾ ഗിരി പറഞ്ഞെടുത്തതുപോലെയാണ് മഹിമ പറയുന്നത്, ഞാൻ ഇവിടെ നിൽക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല, ചേച്ചി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ എനിക്കിവിടെ നിൽക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല, ചേച്ചിയുടെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വെറുതെ താമസിക്കുമ്പോഴല്ലേ ഒരു കുഴപ്പമുള്ളൂ, എനിക്കിവിടുത്തെ ഒരു ചെറിയ ഒരു റൂം തന്നാൽ മതി, ഞാനിവിടെ മാസം വാടക തന്ന് താമസിക്കാം എന്ന് പറയുമ്പോൾ സ്വപ്ന പറയണ, നിനക്കെന്താ ഞങ്ങളെ കണ്ടപ്പോൾ പേയിങ് ഗസ്റ്റുകളെ താമസിപ്പിക്കുന്ന ആരാണെന്ന് നിനക്ക് തോന്നിയ, അങ്ങനത്തെ ഗതികേടൊന്നും ഞങ്ങൾക്ക് വന്നിട്ടില്ല എന്ന് സ്വപ്ന പറയാണ്. അപ്പോൾ മഹിമ പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നുണ്ട്, കാരണം നിങ്ങൾക്ക് ഒരാൾക്ക് കൂടി ഭക്ഷണം തരാനുള്ള മടി കൊണ്ടല്ലേ നിങ്ങളിപ്പോൾ എന്നെ ഇവിടെ താമസിപ്പിക്കാൻ സമ്മതിക്കാത്തത് എന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ നിന്റെ ചേച്ചിയെ ഞങ്ങൾ ഇവിടെ താമസിപ്പിക്കില്ലല്ലോ എന്ന് സ്വപ്ന പറയുമ്പോൾ, അതിന് എൻ്റെ ചേച്ചി ഒരു സർക്കാർ ജീവനക്കാരിയാണ്, മാസം നല്ലൊരു തുകയും കിട്ടുന്നുണ്ട്, സ്വന്തം കാര്യം നടത്താൻ ആരെയും ആശ്രയിക്കേണ്ടതുമില്ല, എനിക്കും അങ്ങനെ ഒരു ജോലി. ഗിരിയേട്ടൻ ആളുകളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ആളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഗിരിയേട്ടൻ ചെയ്യുന്നതെല്ലാം തന്നെ നിങ്ങൾക്ക് മണ്ടത്തരമായി തോന്നും. മരിച്ച അച്ഛന് വേണ്ടി പക ഉള്ളിൽ കൊണ്ടു നടക്കാം, പക്ഷേ അദ്ദേഹം പഠിപ്പിച്ചതൊന്നും മറക്കരുത്, ഞാൻ പോയിക്കോളാം എന്നും പറഞ്ഞ് മഹിമ അവിടെ നിന്നും പോവുകയാണ് കേട്ടോ. അപ്പോൾ ഭാനുഅമ്മ തിരികെ വിളിക്കുകയാണ്, നീ അവിടെ നിൽക്ക് എന്നും പറഞ്ഞിട്ട് അവളോട് ഈ വീട്ടിൽ എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കഴിയാൻ വേണ്ടി പറ എന്ന് പറയുമ്പോൾ ഗിരി പറയുകയാണ്, എന്തിനമ്മേ അതൊന്നും വേണ്ട, അവൾ പോയിക്കോട്ടെ എന്ന് പറയുമ്പോൾ, നിന്റെ അച്ഛൻ ആര് സഹായം ചോദിച്ചു വന്നാലും അവരെ തിരിച്ചയക്കാറില്ല, ഇവർ എത്ര വൃത്തികെട്ടവരായാലും നിന്റെ ബന്ധുക്കളായി പോയില്ലേ എന്ന് പറയാണ്. പിന്നെ ഒരു കാര്യം, ഇവൾ എൻ്റെ നോക്കിക്കൊള്ളണം, എൻ്റെ നിയന്ത്രണം വിട്ടാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയാൻ കഴിയില്ല,
അപ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ഇല്ല അമ്മേ, ഞാൻ ശ്രദ്ധിച്ചോളാം, ഇവളൊരു കുഴപ്പവും ഉണ്ടാക്കില്ല എന്ന് പറയുമ്പോൾ നിന്നെപ്പോലെ ഉള്ളവർ വീട്ടിൽ കയറി വന്നാൽ തന്നെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും എന്നും പറഞ്ഞിട്ട് ഭാനുമ്മ അകത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ സ്വപ്ന പറയും, ഈ വീട്ടിലെ സമാധാനം കളയാൻ വേണ്ടിയിട്ട് കച്ച കെട്ടി ഇറങ്ങിയതാണല്ലേ എന്ന് പറയുമ്പോൾ മഹിമ പറയണ, അത് നിന്റെ ജോലിയല്ലേ, വീട്ടിലെ സമാധാനം കളയലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കലൊക്കെ നീയല്ലേ ചെയ്യാറുള്ളത്, എനിക്ക് സമാധാനമാണ് ഞാൻ ആഗ്രഹിക്കാറുള്ളൂ എന്ന് മഹിമ പറയുമ്പോൾ സ്വപ്നയ്ക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടമാവുന്നില്ല കേട്ടോ. അങ്ങനെ സ്വപ്ന ദേഷ്യത്തോട് കൂടിയിട്ട് അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ ഗിരി പറയുകയാണ്, നമ്മുടെ നാടകം ഏറ്റിട്ടുണ്ട്, എന്തായാലും നിങ്ങൾ അകത്തേക്ക് പോയിക്കോളൂ എന്ന് പറയണേ. അങ്ങനെ മഞ്ജുവും മഹിമയും കൂടിയിട്ട് അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ. ഈ സമയത്ത് ശാലിനിയും ചാച്ചുവും കൂടി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, എനിക്കിന്ന് വല്ലാത്ത സന്തോഷം തോന്നുന്നു, മഞ്ജുവിനെ ആ വീട്ടിൽ നിന്നും ഇറക്കിയിട്ട് അവൾക്ക് സ്വന്തമായതെല്ലാം തന്നെ എനിക്ക് കൈയടക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് നല്ല സന്തോഷം തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞ് അവർ സന്തോഷത്തോടു കൂടി സംസാരിക്കേണ്ട. അപ്പോഴാണ് അവിടേക്ക് സഞ്ജയ് വരുന്നത്. എൻ്റെ സഞ്ജയ് പറയുന്നുണ്ട്, നീ ഇപ്പോൾ ഇന്ന് മഞ്ജുവിൻ്റെ വീട് സ്വന്തമാക്കിയ സന്തോഷത്തിലായിരിക്കുമല്ലേ, എന്നാൽ നീ കേട്ടോ, മഹിമയെ ആ വീട്ടിൽ നിന്നും ഇറക്കിയിട്ട് മഞ്ജു ഇപ്പോൾ അവളുടെ വീട്ടിൽ ഗിരിയുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഇപ്പോൾ മഞ്ജുവാണ് കോളടിച്ചത്, സ്വന്തം അനിയത്തെ കൂടെ താമസിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഗിരി മഞ്ജുവിനോടുള്ള സ്നേഹം കൊണ്ടാണ് മഹിമയെ ആ വീട്ടിലേക്ക് കൊണ്ടുപോയത് തന്നെ. അപ്പോൾ ഭാനുവമ്മ അതിന് സമ്മതിച്ചോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഭാനുവമ്മ, ഗിരി എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിനെ എതിർക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഗിരി പറഞ്ഞാൽ അത് ഭാനുവമ്മ ഉറപ്പായും അനുസരിക്കും. പിന്നെ മഞ്ജുവും ഗിരിയും തമ്മിൽ ഇപ്പോൾ നല്ല സ്നേഹത്തിലാണെന്നുള്ളത് എന്നോട് ഫ്രാൻസിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൾക്ക് ഭക്ഷണം പോലും കൊണ്ടു കൊടുക്കാറുണ്ടത്രേ എന്ന് പറയുമ്പോൾ ശാലിനി ആകെ ഷോക്കായി പോവാട്ടോ. നീ ഇനിയെങ്കിലും ഗിരിയുടെ പിന്നാലെ നടക്കുന്നത് ഒന്ന് നിർത്തിയിട്ട് ബുദ്ധിപരമായി കാര്യങ്ങൾ ചെയ്യാൻ നോക്ക്. ഗിരി മഞ്ജുവിനെ അത്രയ്ക്കധികം സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ശാലിനിക്ക് അത് സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ. അപ്പോൾ ശാലിനി ചാച്ചുവിനോട് പറയുന്നുണ്ട്, മഞ്ജു ഒരിക്കലും ആ വീട്ടിൽ സമാധാനത്തോടു കൂടി കഴിയരുത്, അതിനെന്താണ് മാർഗം എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ആളുകൾ അവിടെ തന്നെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ശരിയാക്കാം എന്ന് പറയാണ്. അങ്ങനെ മഞ്ജുവിനോട് പക കൂടി വരികയാണ്. ഈ സമയത്ത് ഭാനുഅമ്മയുടെ കൈ എണ്ണയിട്ട് തടവി കൊടുക്കുകയാണ് കേട്ടോ ഗിരി. ആ സമയത്താണ് അവിടേക്ക് മഞ്ജു വരുന്നത്. എന്നിട്ട് മഞ്ജു ചോദിക്കുകയാണ്, മഹിമയെ എവിടെയാണ് കിടത്തേണ്ടത് അമ്മേ എന്ന് ചോദിക്കുമ്പോൾ ദേഷ്യത്തോടു കൂടി ഭാനുഅമ്മ പറയാണ്, എൻ്റെ തലയിൽ കിടത്തിക്കോ എന്ന് പറയട്ടോ. അപ്പോൾ മഞ്ജു ഒന്നും മിണ്ടാതെ പോകുന്ന സമയത്ത് ഭാനുഅമ്മ നിൽക്കവിടെ എന്ന് പറഞ്ഞിട്ട്, നീയും മുകളിലെ റൂമിൽ താമസിച്ചോ, ഗിരി താഴെ കിടന്നോളും എന്ന് പറയുമ്പോൾ ഗിരി ഒന്നങ്ങ് പതറിപ്പോവുകയാണ്. അപ്പോൾ ഗിരി പെട്ടെന്നൊരു നമ്പർ എടുക്കുകയാണ്, മഞ്ജുവിനോട് പറയാണ് 1 മിനിറ്റ് എന്നും പറഞ്ഞിട്ട് കാര്യം പറയാൻ ഒരുങ്ങാൻ കേട്ടോ. മഞ്ജു ഉറങ്ങുന്ന റൂമിൽ തന്നെ ഗിരിക്ക് ഉറങ്ങണമെന്ന് തന്നെയാണ് കേട്ടോ ആഗ്രഹം. എന്നിട്ട് ഭാനുഅമ്മ ഗിരിയോട് മഞ്ജുവിൻ്റെ റൂമിൽ തന്നെ കഴിയാൻ വേണ്ടി പറയാണ്. അപ്പോൾ റൂമിൽ ചെന്ന ശേഷം ഗിരി പറയുന്നുണ്ട്, അമ്മ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ റൂമിൽ തന്നെ കിടക്കാമെന്ന് സമ്മതിച്ചത് എന്ന് അഭിനയിച്ചുകൊണ്ട് പറയട്ടോ. അപ്പോൾ മഞ്ജു പറയുന്നുണ്ട്, അങ്ങനെ ആഗ്രഹമില്ല എന്നുണ്ടെങ്കിൽ അമ്മയോട് തന്നെ പറഞ്ഞേക്ക്, അപ്പോൾ അമ്മ മുറി മാറ്റി തരും എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി മഞ്ജു ഉറങ്ങാൻ വേണ്ടി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ മഞ്ജുവിനോട് ഗിരി ഒരു കാര്യം പറയാൻ ഒരുങ്ങുമ്പോൾ മഞ്ജു അത് കേൾക്കാതെ തലയിലൂടെ പുതപ്പിട്ട് മുഖം മൂടി കിടക്കുകയാണ്. ഈ സമയത്ത് മഹിമയുടെ അടുത്തേക്ക് സ്വപ്ന ചെന്നിട്ട് പറയുന്നുണ്ട്, നീ നിന്റെ ചേച്ചിയെയും വിളിച്ച് ഈ വീട്ടിൽ ഇറങ്ങി പോവണം എന്ന് മഹിമയോട് പറയട്ടോ. അപ്പോൾ മഹിമ ഇനി സ്വപ്നയ്ക്കിട്ട് നല്ല പണികളാണ് കേട്ടോ കൊടുക്കാൻ പോകുന്നത്.